35 രൂപയ്ക്ക് 35 രൂപയ്ക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കാൻ വെറും 35,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ ഓട്ടോറിക്ഷ എടുക്കുന്ന ഒരു വ്യക്തികളും പരാജയപ്പെടത്തില്ല. ഇല്ല ടാറ്റ ഐറിസ് വെള്ളിമൂങ്ങ എന്നൊക്കെ പറയും. ക്വാളിറ്റി ഉണ്ട്. ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ. ഇത് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് 70 രൂപയ്ക്കകത്ത് കൊടുക്കാം. 55,000 രൂപയ്ക്ക് കൊടുക്കാം. പ്രൈവറ്റ് വണ്ടി 2011 മോഡൽ 50,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. 40-45 കിലോമീറ്റർ മൈലേജ്. ഓക്കെ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂസ്ഡ് ഓട്ടോറിക്ഷകളുടെയാണ്. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. പുതിയത് പെട്രോൾ, ഡീസൽ, വെള്ളിമൂങ്ങ, അതായത് നമ്മുടെ ടാറ്റ മാജിക് ഐറിസ് ഇല്ലേ, അത് നമ്മൾ വെള്ളിമൂങ്ങ എന്നും പറയും. അതുപോലുള്ള വണ്ടികൾ, ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. ഏകദേശം 10-15-20ഓളം വണ്ടികൾ കിടപ്പുണ്ട്. വേറെങ്ങുമല്ല, നമ്മുടെ സ്വന്തം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്ക് സമീപം നമ്മുടെ ബിജുചേട്ടൻ്റെ ഷോപ്പിലാണ് നിൽക്കുന്നത്. ബിജുചേട്ടൻ്റെ വീടാണിത്. ബിജുചേട്ടൻ്റെ വീടിനോട് സമീപം ഈ ഒരു റോഡ് സൈഡിലെ ഓട്ടോറിക്ഷകളൊക്കെ ആയിട്ട് വിൽക്കുകയാണ് നമ്മുടെ ബിജുചേട്ടൻ. എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ കൊച്ചാലുമൂടിനും മാങ്കാങ്കുഴിക്കും സെൻട്രലായിട്ട് ഇവിടെ ഒരു HP-യുടെ പെട്രോൾ പമ്പ് ഉണ്ട്. അതിനോട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. കാരണം കൃഷിഭവൻ പറഞ്ഞ മനസ്സിലായി. അതായത് അഗ്രികൾച്ചർ ഫാം എന്ന് പറയും. 100 ഏക്കറിന്റെ ഏറ്റവും ഫ്രണ്ടായിട്ട് അങ്ങോട്ട് കണ്ടോ ജില്ലാ കൃഷിത്തോട്ടം. ഹെഡിങ് കാണിക്കേണ്ട, കാരണം കഴിഞ്ഞ 2 വീഡിയോയിലും എനിക്ക് പറയാൻ പറ്റില്ല. ജില്ലാ കൃഷിത്തോട്ടം അത് നമ്മൾ എടുത്തൊന്ന് കാണിക്കാം. അതുപോലെ തന്നെ പെട്രോൾ പമ്പ്, ഇതിന്റെ രണ്ടിന്റെയും എടുത്തായിട്ട് വരും. നമ്മുടെ ഈ ഒരു ബിജുചേട്ടൻ്റെ വീടും അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷകളൊക്കെ ഇട്ട് വിൽക്കുന്ന ഒരു സ്ഥലവും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാം, കറക്റ്റ് സ്ഥലവും കാര്യങ്ങളും എല്ലാം അറിയാം. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ലൊക്കേഷൻ പറഞ്ഞത്. പന്തളം ടു മാവേലിക്കര റൂട്ടിൽ കൊച്ചാലുമൂടിലും മാങ്കാങ്കുഴിക്കും സെൻട്രലായിട്ട് ഈ ഒരു HP പമ്പിൻ്റെയും ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെയും ഓപ്പോസിറ്റായിട്ട് സൈഡിലായിട്ടും വരും ഈ ഒരു വണ്ടികളൊക്കെ വിൽക്കുന്ന ഈ ഒരു ബിജുചേട്ടൻ്റെ ഈ ഒരു സംരംഭം. അതെ. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ കാണിക്കാത്ത ഒരാളുണ്ട്. പേരെങ്ങനെ? മനു. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ കാണിച്ചില്ല. ബിജുചേട്ടൻ വണ്ടി, യൂസ്ഡ് വണ്ടികളൊക്കെ ഈ സെയിൽ തുടങ്ങിയ സമയം തൊട്ടേ കൂടെയുള്ള ആളാണ്. പക്ഷെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം കാണിക്കുവാണ്. അപ്പം മനുവും കൂടെ ആണ് മേൽനോട്ടമൊക്കെ വഹിക്കുന്നത്. ബിജുചേട്ടന് അമലിനെ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെ? അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് കിട്ടുമോ ചേട്ടാ? ഫിനാൻസ് കിട്ടുന്നത് 2017 തൊട്ടൊക്കെയുള്ള മോഡലിനാണ് ഫിനാൻസ് കിട്ടുന്നത്. മോഡലുള്ള വണ്ടി. പിന്നെ പലരും വിളിക്കുന്നുണ്ട്, നമ്മളാണോ ഈ ഫിനാൻസ് ചെയ്യുന്നതെന്ന്. നമ്മളല്ല ഫിനാൻസ് ചെയ്യുന്നത്. ഫിനാൻസ് ചെയ്യുന്നത് നമ്മൾ ഈ ശ്രീറാം ബാങ്ക് ആണ്. ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് ഏറ്റവും പെട്ടെന്ന് ഫിനാൻസ് പാസ്സാക്കി കൊടുക്കുന്നത് നമ്മുടെ ശ്രീറാം ബാങ്ക്. അപ്പോൾ ഇത് ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതാത് താലൂക്കിലുള്ളവർക്ക്, ഇപ്പം മാവേലിക്കര ഉള്ള ഒരു വ്യക്തിക്ക് മാവേലിക്കര ബാങ്കുമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അനന്തു ഇപ്പോൾ വരുന്നതാണ്. അനന്തു പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. അപ്പോൾ പത്തനംതിട്ട ശ്രീറാം ബാങ്കിനെ അനന്തുവിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അനന്തു ഇവിടെ വരുമ്പം എനിക്ക് പിന്നെ മാവേലിക്കരയിലോട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. അതായത് എനിക്ക് ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ പത്തനംതിട്ട തന്നെ ഇപ്പം അനന്തു പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുന്ന് 17 മോഡലും അതിന് മേളോട്ടുള്ള മോഡലിന്റെ എൻ്റെ RC ബുക്കോ വണ്ടിയുടെ ഫോട്ടോയോ ഒക്കെ അവർ ആവശ്യപ്പെടും. ഇപ്പൊ ആക്ച്വലി നിങ്ങളിപ്പോ മറ്റൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ആധാർ കാർഡും പാൻ കാർഡും മൊബൈൽ നമ്പർ കൊടുക്കുക. സിബിലോ ഉണ്ടെങ്കിൽ തന്നെ പറയും എന്തെങ്കിലും പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ വണ്ടി പേര് മാറിക്കൊടുക്കുക. നമ്മൾ അതായത് പേര് മാറാതെ ഞാൻ വാഹനം ആർക്കും വിൽക്കാറില്ല. കഴിഞ്ഞ വീഡിയോ നമുക്ക് വിശ്വസിച്ച വണ്ടി തരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വിശ്വസിച്ച് തന്നിരിക്കുന്ന ആരെയും നമ്മൾ പെടുത്തത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം മേടിക്കുന്ന ഒരു വ്യക്തിയെയും ഞാൻ പെടുത്തത്തില്ല. പറഞ്ഞ മനസ്സിലായി. കഴിഞ്ഞ വീഡിയോയിൽ താടി ഉണ്ടായിരുന്നു, ഇപ്പം താടിയില്ല. ക്ലീൻ ഷേവ് ചെയ്തിപ്പോ കുറച്ച് കിളിച്ച് വരുന്നതേ ഉള്ളൂ. ശബരിമലയ്ക്ക്. ഓക്കെ. ഇതെന്താ ഈ വണ്ടി ഇങ്ങനെ ഇട്ടേക്കുന്നത്? ഇത് പിന്നെ ഇത് ഒരു പാർട്ടി വന്ന് നമ്മുടെ അടുത്ത് ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്ത് ഇച്ചിരി മോഡലുള്ള വണ്ടി എടുത്തതാണ്. ഒരു ഭാര്യയും ഭർത്താവോട് വന്ന് എക്സ്ചേഞ്ച് ചെയ്ത് എടുത്തതാണ്. എടുത്തിട്ട് അപ്പോൾ അവര് നമ്മൾ നല്ലൊരു വണ്ടി അവർക്ക് കൊടുത്തു. അവരിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. ഒരു പാമ്പാടിയാ, അവര് വലിയ ഹാപ്പിയാണ്. പക്ഷെ അവര് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത്ര ഹാപ്പി അല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവർ പോയി കഴിഞ്ഞപ്പോ ഇത് തട്ടും കാര്യങ്ങളും ഒക്കെ നമ്മള് അടിയിലോട്ട് അത്രയും ഞാനങ്ങ് ശ്രദ്ധിച്ചില്ല. ഈ പ്ലാറ്റ്ഫോം അപ്പൊ ഞാനതെല്ലാം ഇപ്പൊ ഫ്രഷ് ആക്കി ഇതിന് അപ്പോൾസറി സീറ്റ് എല്ലാം ഇറക്കി കൊടുത്തിരിക്കുന്നു.
അതുപോലെ തന്നെ പെയിന്റ് അടിച്ചിട്ടുണ്ട് സീറ്റ് എല്ലാം വർക്കെല്ലാം പുതിയ ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. എല്ലാം ടയറും പുതിയത് കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്ത് അങ്ങ് കൊടുക്കും ഫുള്ള്. അതെ ഫിനിഷ് ചെയ്ത് ഇത് പിന്നെ ഈ തന്ന വ്യക്തിയുടെ പേരിൽ നിന്ന് മാറ്റി എടുക്കുന്ന വ്യക്തിയുടെ പേരിലോട്ടാക്കി കൊടുക്കും. അപ്പോൾ ഇത് എല്ലാം കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വിലയ്ക്ക് കൊടുക്കും? ഇതോ ഈ വണ്ടി നമുക്കൊരു 60 രൂപയ്ക്കകത്ത് കൊടുക്കാം. 60 രൂപയ്ക്കകത്ത്. മോഡൽ എത്ര? ഇത് 2009 10 മോഡൽ. 2009 10 മോഡൽ. 10 മോഡൽ. ഒറ്റ വർഷം ഫുൾ പേപ്പറായിട്ട്, അതായത് പുതിയ മീറ്റർ വെച്ച് പിന്നെ സീറ്റ് ഭാഗങ്ങളെല്ലാം ചെയ്ത് നീറ്റായിട്ട് ചെയ്ത് കൊടുക്കും. ടെസ്റ്റും ചെയ്ത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്നാ വണ്ടിയുടെ ഡീറ്റെയിൽസ് അങ്ങ് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. ഫ്രീ ഇണ്ടളയപ്പനിൽ നിന്ന് അങ്ങ് തുടങ്ങാം. KL2 AG വണ്ടി. സൂപ്പർ നമ്പറാണല്ലോ. 8877 സൂപ്പർ നമ്പറാണ്. പ്രൈവറ്റ് വണ്ടിയാണ്. മോഡൽ ഏതാ? പ്രൈവറ്റ് വണ്ടിക്ക് ഒത്തിരി പേര് പിന്നെ നമ്മൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇത് വരുന്നത് 2011 മോഡൽ. അതിന് 4 വർഷത്തേക്ക് പേപ്പർ ഭാഗം ഇനി കിടപ്പുണ്ട്. 5 വർഷത്തേക്കാണ് പ്രൈവറ്റ് വണ്ടിയുടെ മൊത്തം പേപ്പർ ഭാഗങ്ങൾ വരുന്നത്. ഇപ്പൊ 4 വർഷമുണ്ട്. ഇനി 4.5 വർഷത്തിനടുത്ത് പേപ്പർ ഭാഗം ഉണ്ടല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അകമൊക്കെ നോക്കാം. അതൊക്കെ നോക്കുകയാണെങ്കിലും നീറ്റാണ്. എല്ലാം ചെയ്തെല്ലാം ഇട്ട് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പം എങ്ങനെയാ ഇതിന്റെ വിലയൊക്കെ എങ്ങനെ ചോദിക്കും? നമുക്കൊരു 50-55 ആ റേഞ്ച് വരും. 50-55,000 രൂപയ്ക്ക് കൊടുക്കാം. പ്രൈവറ്റ് വണ്ടി 2011 മോഡൽ. 2011 10 മാസം. ഓക്കെ. ഇത് വന്നിട്ടും പ്രൈവറ്റ് വണ്ടിയാണ്. 2011 കാലേ ക്ലച്ച് വണ്ടി. കാലേ ക്ലച്ച് വണ്ടി അല്ലേ? 2011 കാലേ ക്ലച്ച് ഡീസൽ വണ്ടി. ഇത് ഏതാ? ഡീസലാണോ? ഇത് പെട്രോൾ വണ്ടിയാണ്. ആദ്യം കണ്ട ഈ വണ്ടി പെട്രോൾ വണ്ടിയാണ്. ഇത് കാലേ ക്ലച്ച് ഡീസൽ. തട്ടെല്ലാം പോയതായിരുന്നു. ഇതിന്റെയും തട്ടെല്ലാം മാറ്റി പുത്തൻ തട്ട് ബാക്കിലോട്ട് നോക്കിയാണ് പുതിയ തട്ടാക്കി. ഭാഗങ്ങളും എല്ലാം അടിച്ച് ക്ലിയർ ആക്കി ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ വരുന്ന 40 കിലോമീറ്ററിന് മേളിൽ മൈലേജ് ഉള്ള വാഹനമാണ്. 40-45 കിലോമീറ്റർ മൈലേജ്. 2011 8 മാസം. എന്താ വില ചോദിക്കുന്നത്? നമുക്കൊരു 50 രൂപ. 50,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. ഇത് ഡീസൽ. നമ്മളിങ്ങനെ പറയുന്നെങ്കിൽ പല വ്യക്തികളും വന്നിട്ട് അവസ്ഥകൾ നമ്മളോട് സംസാരിക്കാറുണ്ട്. നമ്മൾ അലിഞ്ഞു പോകും, പ്രയാസത്തിലാണ്. പറഞ്ഞു ഇത്രയും ഞങ്ങൾ കഴിഞ്ഞ ദിവസം കരുനാപ്പള്ളിയിൽ നിന്ന് വന്നൊരു പ്രൈവറ്റ് വണ്ടിക്ക്, കുറഞ്ഞ വണ്ടിക്ക്, അതായത് ഈ സ്കൂട്ടറിൽ ഗ്യാസ് എടുത്ത് ഓരോ വീടുകളിലും കൊണ്ടുപോയാണ് പുള്ളിയുടെ പരിചയം. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ 35 രൂപ ചോദിച്ചാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ പിന്നെ അന്ന് വന്നപ്പോൾ 27 രൂപയോ ഞാൻ ആ റേറ്റിന് വാഹനം കൊടുത്തു വിട്ടു. തള്ളോ മറ്റു കാര്യങ്ങളോ ഒന്നും മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു നഷ്ടം വരാതെ, അല്ലെങ്കിൽ ഇച്ചിരി നഷ്ടം വന്നാലും ചിലപ്പോൾ നമ്മൾ ചെയ്തെന്നിരിക്കും അല്ലേ? ഓക്കെ. അതിനുശേഷം ഉള്ളത് ഇത് ഡീസലല്ലേ? ആപ്പേ സിറ്റി പെട്രോൾ വണ്ടി. ആപ്പേ സിറ്റി പെട്രോൾ. ഓക്കെ. ഇത് 2018 മോഡൽ. 2018 നോക്കിയാട്ടെ. സിംഗിൾ ഓണർ വണ്ടി. 2018 സിംഗിൾ ഓണർ. 15 വർഷത്തേക്ക് ലൈഫ് ടാക്സ് വണ്ടി. 15 വർഷത്തേക്ക് ലൈഫ് ടാക്സ് ഉണ്ട്. എന്താ വില? അന്യമായ വൃത്തി വേണ്ടി. കിലോമീറ്ററും കാര്യങ്ങളും എല്ലാം. ഇത് തള്ളോ കാര്യങ്ങളോ ഒന്നുമല്ല, മറ്റേതൊന്നുമല്ല. നോക്കേട്ടോ തട്ട കാര്യങ്ങളെല്ലാം ക്വാളിറ്റി വണ്ടിയാണ്. എന്താ വില ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 95 രൂപ റേഞ്ച് കൊടുക്കും. 95,000 രൂപയ്ക്ക് കൊടുക്കും. പെട്രോൾ വണ്ടി ആപ്പേ സിറ്റി സിംഗിൾ ഓണർ വണ്ടി. പിന്നെ ഉള്ളത് നമ്മുടെ ആപ്പേ പാസഞ്ചർ, വലിയ പാസഞ്ചർ വണ്ടി. പാസഞ്ചർ ആപ്പയ്ക്ക് ഇപ്പം അത്യാവശ്യം ആളുകൾ ചോദിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യും. ഡിമാൻഡ് ഉണ്ട്. ഓക്കെ. ഇതെങ്ങനെയാ മോഡൽ? 2010 നവംബർ വണ്ടി. 2010 നവംബർ വണ്ടിയാണ്. വണ്ടി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഇവിടെ ഒക്കെ ആണെങ്കിൽ തുരുമ്പോ കാര്യങ്ങളോ പാച്ച വർക്കോ ഒന്നുമില്ല. സീറ്റ് കാര്യങ്ങളെല്ലാം പക്ക. അതുപോലെ തന്നെ എല്ലാം പോളിസ്റ്റർ വർക്ക് ആണെങ്കിലും എല്ലാം കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. CF ചെയ്ത് കൊടുക്കും. പുത്തൻ പേപ്പർ കൊടുക്കും. എന്താ വിലയാ? അതിന് ഇനി മീറ്റർ വെക്കണം, ഇതെല്ലാം ചെയ്തു കൊടുക്കും. അത് വരുന്നുണ്ട് നമുക്കൊരു 80-85 രൂപ ആ റേഞ്ച് കൊടുക്കാം. മോഡൽ എത്ര? 2010 11 മാസം. ഓക്കെ. അതിനുശേഷം ഉള്ളതും സെയിം. ഈ സാധാരണക്കാരിച്ചിട്ട് കുറഞ്ഞതുണ്ടോ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ 9-10 മോഡൽ വണ്ടി. 9-10. അതിന് 7 മാസം പേപ്പർ കിടക്കും. നമുക്കൊരു മാക്സിമം ഒരു 70 രൂപയ്ക്കകത്ത് കൊടുക്കാം. പേപ്പറുള്ള വണ്ടിയാണ്. തട്ട് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. സീറ്റ് കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടിരിക്കുന്നു. ഞാൻ മെക്കാനിക്കലിനെ കൊണ്ടുപോയി വണ്ടിയുടെ കാര്യങ്ങൾ നോക്കി, മെക്കാനിക്കൽ സൈഡ്, അതായത് തട്ടും പിന്നെ എൻജിൻ ഭാഗങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ വാഹനം. ഇപ്പൊ നമ്മള് അനന്തൂനും അറിയാവുന്നതാണ്, കുറച്ച് വാഹനങ്ങൾ വിറ്റതാണ്. ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് വലിയ കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നും പറഞ്ഞ് എന്നെ ആരും വിളിക്കാറില്ല. അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് അവരെ പരിഹരിച്ചിട്ട് കൊടുത്തിട്ട് ഉണ്ട്. അതിനുശേഷം ഉള്ളത് നല്ലൊരു ക്വാളിറ്റി വണ്ടി. 2011 10 മാസം വണ്ടി. ഓക്കെ. എങ്ങനെ നോക്കട്ടെ അതും കാര്യങ്ങൾ. അത് പിന്നെ ഒരു പയ്യൻ വലിയ ആർഭാട രീതി കാര്യങ്ങളും ഒക്കെ കാണിച്ച് പറഞ്ഞു മനസ്സിലാകുമൊക്കെ. ആനയുടെ ഡിസൈൻ, അപ്പോൾസറി കാര്യങ്ങളും
എല്ലാം ചെയ്ത് അത് നേട്ട തട്ടും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് അതെല്ലാം മാറിയിട്ടിരിക്കുന്നു നോക്കിയാട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ എടുത്തോണ്ട് പോയിട്ട് അവര് ഇപ്പൊ ഒരു നിവൃത്തിയില്ലാത്തവരായിരിക്കുമല്ലോ അതൊരു ഓട്ടോറിക്ഷ വരുന്നത്. ഒരു കാര്യം 100% ദൈവത്തെ നിലനിർത്തി പറയുകയാണ്. കാരണം ഈ ഓട്ടോറിക്ഷ എടുക്കുന്ന ഒരു വ്യക്തികളും പരാജയപ്പെടത്തില്ല. ഇല്ല ഒരു വ്യക്തികളും പരാജയപ്പെടത്തില്ല ഓട്ടോറിക്ഷയിൽ നിന്ന്. പറഞ്ഞ മനസ്സിലായി. ഇത് 4 മാസം 5 മാസം ഓടുമ്പോൾ തന്നെ അവരുടെ വാഹനത്തിന്റെ ഏകദേശം ഒരു 50% കാശ് അവരുടെ കയ്യിൽ കിട്ടും. അത് ബാക്കിയുള്ള ഓടിയാ പിന്നെ അനന്തു ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്. അനന്തുവിന് ഓട്ടോറിക്ഷ പരിപാടി അത്യാവശ്യമുള്ളതുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇതിന്റെ വില? അത് വരുന്നുണ്ട് അനന്തു നമുക്കൊരു 1.10 1.5 1.10 ആ റേഞ്ച് വരും. 1.5 1.10 കൊടുക്കാം. എന്താണെന്നറിയാൻ ഞാൻ എടുത്തോണ്ട് വന്ന് ഇത്രയും ഞാൻ ഫിനിഷിംഗ് ആക്കിയത്. ഞാൻ പെയിന്റ് അടിച്ചിട്ടിരിക്കുകയാണ്. പെയിന്റ് അടിച്ചിട്ടിരിക്കുകയാണ്. പുതിയ പേപ്പർ ഇല്ലാതെ കൊടുക്കത്തില്ല. പുതിയ പേപ്പർ ആക്കിയേ കൊടുക്കത്തുള്ളൂ. ഇതിന് മീറ്റർ വെക്കണം. കുറച്ച് ചിലവുണ്ട്, അതനുസരിച്ചുള്ള വില നമ്മൾ ചോദിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ കിടന്ന ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കുറച്ചധികം വണ്ടികളോട് കിടപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എങ്ങനെയായിട്ടാ? ഇല്ല, ഇത് വരുന്ന 2013 വണ്ടി, 2013. അതിന് മുമ്പ് ഇത് നമ്മുടെ എൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ കുഞ്ഞാണ്. വല്യച്ഛൻ്റെ മോൻ്റെ കുഞ്ഞ്. പേരെന്താ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞേ? കുഞ്ഞിന്റെ ഭാഷ നമുക്ക് മനസ്സിലാകും. ഞങ്ങൾ കുഞ്ഞിനെ വിളിക്കുന്ന പൈങ്കിളി. ഓക്കെ, പൈങ്കിളി ഉണ്ട് ചേട്ടൻ്റെ കൂടെ. ഇതാണ് വണ്ടിയുടെ കാല ക്ലച്ച് വണ്ടി, 2013 മോഡൽ വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. കംപ്ലൈന്റ് കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ ഇതെന്താ വില ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 70 രൂപയ്ക്കകത്ത് കൊടുക്കാം. 70 രൂപയ്ക്കകത്ത് കൊടുക്കാം. 2013 മോഡൽ വണ്ടി, നീറ്റ് വണ്ടിയാണ്. അതിനുശേഷം ഉള്ളത് പിന്നെ 2016 കോമ്പാക്ട് അല്ലേ? ഡിമാൻഡ് ഉള്ള വണ്ടി. ഇതിനെങ്ങനെ ഡീറ്റെയിൽസ്? ഇത് വരുന്ന കയ്യ ക്ലച്ചാണ്. ക്ലച്ച് പെട്രോളാ? ഇതെല്ലാം നല്ല ഓക്കെ. ഇതെല്ലാം നല്ല അടിപൊളി, നല്ല വൃത്തിക്ക് ചെയ്തിരിക്കുന്നതാണ്. നോക്കി, നല്ല ക്വാളിറ്റി വണ്ടി. ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? ഇത് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആയിട്ടല്ല. ഒന്നുകൂടെ പെയിന്റ് ചെയ്യും. ഒന്നുകൂടെ ചെയ്യും. ഓക്കെ. എന്നിട്ടേ കൊടുക്കത്തുള്ളൂ. എത്ര രൂപ? 1,15,000 രൂപയ്ക്ക് കൊടുക്കും. സൂപ്പർ വണ്ടിയാണ്. അതിനുശേഷം ഉള്ളത് കാല ക്ലച്ച് വണ്ടി, ഡീസൽ 2014 കാല ക്ലച്ച് ഡീസൽ വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. പേപ്പർ ഭാഗമല്ല? ഫുള്ളുണ്ട്. പേപ്പർ ഭാഗം എല്ലാം ഉണ്ട്. എന്താ വില ചോദിക്കുന്നത്? 90,000 രൂപയ്ക്ക് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നുള്ളത് പെട്രോൾ വണ്ടിയാണ്. 2011 മോഡൽ പെട്രോൾ വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നമ്മൾ എടുത്തെടുത്ത് പറയുന്ന ആവശ്യമില്ല. എല്ലാം നല്ല ക്ലീൻ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇതെന്താ വില ചോദിക്കുന്നത്? 70 രൂപയ്ക്കകത്ത് കൊടുക്കാം. 2011 പെട്രോൾ വണ്ടി. 2010 പെട്രോൾ വണ്ടി. അത് എത്ര വില? അത് വരുന്നുണ്ട് നമുക്കൊരു 50 രൂപയ്ക്ക് കൊടുക്കാം. 2010 പെട്രോൾ വണ്ടി 50 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ടയറൊക്കെയാണ് കിടക്കുന്നത്. നല്ല പുതിയ ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. 11 മാസം പേപ്പറുണ്ട്. ഇത് പിന്നെ ഇത് ഈ ഉടനെ പിന്നെ വിളിക്കാതെ ഇതിപ്പോ നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞ് നാളെ തന്നെ ചിലപ്പോൾ ഈ വാഹനം അങ്ങ് പോവാം. പിന്നെ ആ വീഡിയോ കണ്ട ആ വണ്ടി ഉണ്ടോ ചിലപ്പോൾ 10 ദിവസം 15 ദിവസം കഴിഞ്ഞിട്ട് ഈ വണ്ടി ഉണ്ടോ ചോദിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും വിളിച്ചിട്ട് 30ന്റെ വണ്ടി പോയോ, 50ന്റെ വണ്ടി അതൊക്കെ പെട്ടെന്ന് സെയിലാവും. ഇത് 2010 10 മാസം വണ്ടി. എന്താ വില? ഇത് വരുന്നുണ്ട് നമുക്കൊരു 60 രൂപയ്ക്കകത്ത് കൊടുക്കാം. 60 രൂപയ്ക്ക് ഇച്ചിരി മോഡലും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് അല്പം കൂടെ വിലയായ വണ്ടിയാണ്. ഓക്കെ. അതുകൊണ്ടാണ്. 2010 മോഡൽ 60 രൂപയ്ക്കകത്ത്. അതെ. അടുത്തത് ഇത് വരുന്നത് 2002 2003 രജിസ്ട്രേഷൻ വണ്ടി. ഇത് വരുന്നത് നമുക്കൊരു 35 രൂപയ്ക്ക് കൊടുക്കാം. 35 രൂപയ്ക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കാൻ വെറും 35,000 രൂപയ്ക്ക് കൊടുക്കാം. 2002 മോഡൽ, 2002-3 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതുപോലെ ടയർ ഭാഗം എല്ലാം നീറ്റാണ്. എല്ലാം ക്വാളിറ്റി നല്ല ടയറാണ്. എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഒരു 10-20,000 കിലോമീറ്റർ ഓടും. എല്ലാം അതുപോലെയാണ്. എല്ലാ വണ്ടിയും ടയറും അതുകൊണ്ട് പുത്തൻ ടയറാണ് കിടക്കുന്നത്. എല്ലാം പുതിയ ടയറാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇത്രയധികം വണ്ടികളാണ് കിടക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികളാണ്. ഏകദേശം 20ഓളം വണ്ടികൾ കിടപ്പുണ്ട്. ഐറിസ് വെള്ളിമൂങ്ങ എന്ന് പറയും. ടാറ്റ ഐറിസ് വെള്ളിമൂങ്ങ എന്നൊക്കെ പറയും. പണ്ടൊരു ദിവസം ഒരു വീഡിയോക്കകത്ത് ഞാൻ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞപ്പോൾ നീ ആദ്യം വണ്ടിയുടെ പേര് പോയി പഠിക്കടാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനൊന്നും അല്ല, വെള്ളിമൂങ്ങ എന്നും പറയും, ടാറ്റ ഐറിസ് എന്നും പറയും. ഇതേതാ മോഡൽ? ഇത് 2014 10 മാസം വണ്ടി.
2013 10-ാം മാസം 2014 തെറ്റിപ്പോയല്ലോ 1 കിലോമീറ്റർ 11-ാം മാസം 2000 ചെയ്തിട്ട് 1 മാസം ആവുന്നേ ഉള്ളൂ. ഇതിന് പെർമിറ്റ് ഒന്നും വേണ്ടല്ലോ. ഓൾ കേരള പെർമിറ്റ്, ഓൾ കേരള പെർമിറ്റ് വണ്ടിയാണ്. 2014 10-ാം മാസം വണ്ടി, 11-ാം മാസം വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. എത്ര പേരാ ചോദിക്കുന്നത്? ഇത് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു 180 175 റേഞ്ച് ഒക്കെ വരും. 1,75,000 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാം അല്ലേ? നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്കാണെങ്കിൽ ഒരു 80,000 കിലോമീറ്റർ വെറും 80,000 കിലോമീറ്റർ ഓട്ടോ ചോദിക്കരുത്. കറക്റ്റ് 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഓക്കെ. ഓട്ടോറിക്ഷയെ സംബന്ധിച്ചിടത്ത് നോക്കുവാണെങ്കിൽ 80,000 കിലോമീറ്റർ ഒക്കെ കുറവാണ് അല്ലേ? അപ്പം വെള്ളിമൂങ്ങ, അതായത് മാജിക് ഐറിസ് വാങ്ങേണ്ടവർക്ക് വിളിക്കാം ടാറ്റ. അതിനുശേഷം ഉള്ളതും അതും ഇത് തന്നെ 2014 11-ാം മാസം വണ്ടി. അതും അകമൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തി. ഇത് നല്ല വൃത്തി വണ്ടി അല്ലേ? നല്ല വൃത്തി വണ്ടിയാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലോങ് ഒക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ ഓൾ കേരള എവിടെ വേണമെങ്കിലും പോകാം. മറ്റേ വണ്ടികളുടെ കൂട്ട് ജില്ല വിട്ട് പോകുന്ന അതൊന്നുമില്ല. എവിടെ വേണമെങ്കിലും ഓടിക്കാം. ഈ വണ്ടികളൊക്കെ ആണെങ്കിൽ ജില്ല വിട്ട് 20 കിലോമീറ്ററിനകത്തിൽ പോയിട്ട് വരണം, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പൊക്കി കഴിഞ്ഞാൽ ഫൈനൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് എത്ര രൂപ ചോദിക്കുന്നത്? 165 170 ആ ഒരു റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ടയർ ഭാഗമൊക്കെ വന്നിട്ട് പുതിയ ടയറാണ് കിടക്കുന്നത്, ബാക്കിലും പുതിയ ടയറാണ് കിടക്കുന്നത്. അപ്പം എല്ലാം നല്ല വൃത്തി വണ്ടിയാണ്. അപ്പം ഈ വെള്ളിമൂങ്ങയൊക്കെ വാങ്ങാൻ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. 2 വണ്ടി കിടപ്പുണ്ട്. ഇന്നോവയുണ്ട്, പക്ഷേ കൊടുക്കാനുള്ളതല്ല, നമ്മുടെ അല്ല. അതുപോലെ തന്നെ പെട്രോൾ വണ്ടി, ഡീസൽ വണ്ടി, കാല ക്ലച്ച്, കയ്യ ക്ലച്ച് എല്ലാ വണ്ടികളും കിടപ്പുണ്ട്. എല്ലാ ഓട്ടോറിക്ഷ സംബന്ധിച്ച് പ്രൈവറ്റ് വണ്ടികൾ ഒരു 4 എണ്ണം പാച്ച് വർക്ക്ഷോപ്പിൽ കാര്യങ്ങളും എല്ലാം ചെയ്തോണ്ടിരിക്കുക. കോമ്പാക്ട് കിടക്കുന്നു, വേറെ കിടക്കുന്നു, വണ്ടികളെല്ലാം ഉണ്ട്. 39,000 കിലോമീറ്റർ ഓടിക്കുന്നു. അതായത് തകിടും കാര്യങ്ങളും എല്ലാം അടിച്ച് നല്ല രീതിയിൽ അപ്പോൾസറി ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നു. വെറും കാലി വണ്ടിയായിരുന്നു. അത് മൊത്തം ഞാൻ എല്ലാം ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാൻ. ഓക്കെ. അപ്പം ഇത്രയധികം വണ്ടികളാണ് കിടക്കുന്നത്. നിങ്ങൾ ചിലപ്പം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത്, അതായത് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഈ വണ്ടികളൊന്നും ഇവിടെ ഇല്ലായിരിക്കും. ചിലപ്പോൾ 1 മാസം കഴിഞ്ഞായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഈ വണ്ടികളൊക്കെ സെയിൽ ആയിട്ടുണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ വണ്ടി ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കുക. തീർച്ചയായിട്ടും വിളിക്കുക. പറയാനുള്ളത് വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്, ഞാനൊരു ടൂറിസ്റ്റ് ബസ് ഡ്രൈവറോടാണ് ഓടുന്നതാണ്. അപ്പോൾ എല്ലാ സാഹചര്യത്തിലും മൊബൈൽ എടുക്കാൻ സാഹചര്യം പറ്റിയെന്ന് വരത്തില്ല. കാരണം AI ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പം ഓടിച്ചു വരുന്നുള്ള ഫൈൻ കൊടുക്കാനേ അല്ലെ കാശ് കാണത്തും. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ്. അഥവാ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കാത്തവരുണ്ടെങ്കിൽ വീണ്ടും എന്നെ ഒന്നുകൂടെ വിളിക്കുക. നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ വീണ്ടും താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കണം എല്ലാവരോടും. അതുപോലെ തന്നെ വണ്ടി വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങാനാണെങ്കിൽ അങ്ങനെയും വിളിക്കാം. നിങ്ങൾക്കൊരു വണ്ടി റെഡി കാശിന് ഇവിടെ ഒന്ന് വാങ്ങാനാണെങ്കിൽ അങ്ങനെയും വിളിക്കാം. ഫിനാൻസിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഫിനാൻസിൽ നിങ്ങൾക്കൊരു വണ്ടി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ 2017 ശേഷമുള്ള വണ്ടി ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും. 16 നോട്ട് മേപ്പോട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ്. അപ്പോൾ വണ്ടി വേണ്ടവർ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. സ്ക്രീനിൽ നമ്പറുണ്ട്, വിളിക്കുക. ഉറപ്പായിട്ടും വീഡിയോ കാണുന്ന സമയം തന്നെ വേഗം ഓടി വരിക. ഒരു പക്ഷേ നിങ്ങൾ നാളെ ചിലപ്പോൾ ഈ വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വണ്ടി ഇവിടെ കണ്ടെന്ന് വരത്തില്ല. കാരണം ആൾക്കാർ അതുപോലെ വരുന്നുണ്ട്. വീഡിയോ കണ്ട ആളാണെങ്കിലും അല്ലാതാണെങ്കിലും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ റോഡ് സൈഡിലാണ്. അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വരിക, വിളിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.